കിരീടം സിനിമയിലെ വില്ലൻ ശരിക്കും കീരിക്കാടൻ ജോസ് ആണെന്ന് എല്ലാവരും പറയും. പക്ഷെ ഞാൻ പറയുമ്പോൾ ആ ഒരു സിനിമയുടെ വില്ലൻ കീരിക്കാടൻ ജോസ് അല്ല. പിന്നെ ആരാണ്? ഒന്നല്ല, പല വില്ലന്മാരുണ്ട്. അതിനെക്കുറിച്ച് പറയാം. 1989 ഇറങ്ങിയ കിരീടം 37 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററിലേക്ക് എത്താണ്. അതിന്റെ റിലീസിനോടനുബന്ധിച്ചിട്ട് ഒരു സ്പെഷ്യൽ പ്രിവ്യൂ എറണാകുളത്ത് ഫോറം മാളിൽ PVR ഉണ്ടായിരുന്നു. ലാലേട്ടൻ ഉൾപ്പെടെ ആ ഒരു സിനിമയുടെ സംവിധായകൻ സിബി മലയിലും ലോഹിതദാസിന്റെ മക്കൾ ഒരുപാട് പേര് എന്റെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കും ആ ഒരു സിനിമ ഇവരുടെ എല്ലാവരുടെയും കൂടെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. എനിക്കൊരു പാസ് കിട്ടി. ഞാനും ഒരു സിനിമ കണ്ടു. എനിക്ക് ഭയങ്കര ഒരു പേഴ്സണലി ആ ഒരു സിനിമയോട് ഒരു കൂടുതലും ഇഷ്ടമുള്ളത്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സിനിമയാണ്. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ് സിനിമ കാണുന്നത്. അന്ന് ആ ഒരു സിനിമയുടെ മഹത്വം, അതിന്റെ കഥയോ മറ്റു കാര്യങ്ങളോ ഒന്നും അന്നൊന്നും അത് മനസ്സിലായിരുന്നില്ല. പിന്നീട് ആ സിനിമ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഒരു 100-150 തവണയെങ്കിലും ആ സിനിമ നമ്മൾ പലരും 90s കിഡ്സ് ആ സിനിമ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ നമ്മളെല്ലാവരും യൂട്യൂബിലായിരിക്കും കൂടുതൽ കാണുന്നത്. ഞാൻ ആ സിനിമ പലപ്പോഴായിട്ട് യൂട്യൂബിൽ അതിലെ സോങ്സും സീൻസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുന്നതാണ്. പലപ്പോഴും നമ്മുടെ പല വീഡിയോസ് ചെയ്യാൻ വേണ്ടി റെഫറൻസിനൊക്കെ ആയിട്ട് ഒക്കെ എപ്പോഴും കാണുന്നതാണ്. പക്ഷെ ആ ഒരു സിനിമ വീണ്ടും ഒന്ന് മുതൽ അവസാനം വരെ, അതായത് തുടക്കം മുതൽ അവസാനം വരെ വീണ്ടും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം, ആ ഒരു സിനിമയിലെ നായകൻ മോഹൻലാലാണോ തിലകനാണോ എന്നുള്ളത് ഇന്നലെ എനിക്കൊരു സംശയം വീണ്ടും തോന്നി. നമുക്കറിയാം തിലകൻ അച്ഛൻ ക്യാരക്ടറാണ്, അച്യുതൻ നായർ ഗംഭീര റോളാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ മോഹൻലാലിനെക്കാട്ടും കൂടുതൽ പെർഫോമൻസ് വൈസും അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഒക്കെ കൂടുതൽ ടൈം കൂടുതൽ ആ സീൻസ് ഉള്ളത് ഒരു പക്ഷെ തിലകനായിരിക്കാം. രണ്ടും എനിക്ക് തോന്നുന്നു അന്ന് മോഹൻലാലിന് ഒരു നാഷണൽ അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടി. തിലകനും കൂടി കൊടുക്കണമായിരുന്നു എന്ന് എനിക്കൊന്ന് തോന്നി. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ ഞാൻ ആദ്യം തുടക്കം പറഞ്ഞ പോലെ കീരിക്കാടൻ ജോസ് ആ സിനിമയിൽ വില്ലനാണ്. പക്ഷെ ശരിക്കും കീരിക്കാടൻ ജോസ് വില്ലനാണോ? കീരിക്കാടൻ ജോസ് ഒരു ഗുണ്ടയാണ്, ദാതയാണ്. ആ നാട് വിറപ്പിക്കുന്ന രാമപുരത്തെ ഏറ്റവും വലിയൊരു ദാതയാണ്. അദ്ദേഹം വലിയ കാശുകാരനാണ്, കുറെ ബിസിനസ് ഒക്കെ ഉണ്ട്, പിന്നെ പിരിവ് നടത്തുന്നു, എല്ലാം അതിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതിലും ചില കഥാപാത്രങ്ങൾ പറയുന്നുണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഈ നാട്ടില് അതില് മാമുക്കോയുടെ കഥാപാത്രവും ഒടുവിൽ ഉണ്ണികൃഷ്ണ കഥാപാത്രവും പലപ്പോഴും അവരുടെ മക്കളുടെ കഥാപാത്രമായ മണിമ്പള രാജു, ജഗദീഷും ഒക്കെ പറയുന്നുണ്ട് അച്ഛനായിട്ട് നല്ല ബന്ധമാണ്, അച്ഛന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം ജോസേട്ടനാണ് നോക്കിയെന്ന് പറയുന്നു. വേറൊരാള് പറയുന്നുണ്ട് സ്നേഹിച്ച നല്ല സ്നേഹമാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ ശരിക്ക് ജോസിനെ വെറുപ്പിക്കാതിരുന്നാൽ ഒരു കുഴപ്പമില്ല. അതൊന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ചെങ്കോലിലാണ്. അതിന് കൂടെയുള്ള പരമേശ്വരന്റെ കഥാപാത്രം ചെയ്ത ജോണിയുടെ ക്യാരക്ടറും അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ അതിന്റെ മറ്റു ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിലെ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ആയ തിലകൻ, ശരിക്കും തിലകന്റെ ക്യാരക്ടർ ആദ്യം അച്യുതൻ നായർ ഒരു പോലീസ് ഒരു MLA മകനെ പിടിച്ച് തല്ലുന്നുണ്ട്. ശരിക്ക് തല്ലുക എന്ന് പറയണതും ഒരു തെറ്റാണ്. അത് ആ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ പിടിച്ച് തള്ളിയതുകൊണ്ടാണ് തല്ലിയതെന്ന് പറയുന്നു. ഇത് കഴിഞ്ഞാൽ ഒരു മാപ്പ് പറഞ്ഞാൽ അവിടെ സോൾവ് ആക്കാമായിരുന്നു. പക്ഷെ അവിടെ അച്യുതൻ നായരുടെ ഒരു അഭിമാനവും ഒരു ഈഗോവും ഒക്കെ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കിട്ടി, രാമപുരത്ത് വരുന്നു. ഇതില് സേതുമാധവന്റെ കഥാപാത്രം, ശരിക്ക് ഈ സിനിമയിൽ സേതുമാധവൻ ശരിക്കും ഒരു പാവം ക്യാരക്ടർ തന്നെയാണ്. ഞാൻ പറയുന്നത് ഇത് എനിക്ക് തോന്നി കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച്, എനിക്ക് ആ സിനിമ വീണ്ടും കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. സേതുമാധവൻ ശരിക്കും ഇതിൽ ഒരു കുഴപ്പക്കാരനല്ല. അച്ഛനെ തല്ലുന്നത് കണ്ട് അദ്ദേഹം ഇടപെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അച്ഛൻ അവിടെ എവിടേക്കോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ സേതുമാധവൻ ഈ ഒരു കുഴപ്പം ഉണ്ടാവുമായിരുന്നില്ല. ഒന്ന്. മറ്റൊന്ന്, ഇതിൽ ആ സുഹൃത്തുക്കളുടെ കഥാപാത്രമുണ്ട്, ഹബീബും സുരേഷും, അതായത് മണിമ്പള രാജുവും ജഗദീഷും ചെയ്ത കഥാപാത്രങ്ങൾ. ഈ 2 ക്യാരക്ടേഴ്സാണ് ഇതില് മോഹൻലാലിനെ പിടിച്ചു വലിച്ച് ബാറി കൊണ്ടുവന്നത്. അടി ഉണ്ടാക്കുന്നതും ഇവർ രണ്ടുപേരാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അപ്പുറത്ത് സേഫായി. അടി ഉണ്ടാക്കിയതും കള്ളു കുടിച്ചതും ബാറി പോയി പ്രശ്നം ഉണ്ടാക്കിയതും ഒക്കെ മോഹൻലാലാണ് എന്നാണ് പറയുന്നത്. ഇത് അതിൽ മണിമ്പള രാജുവിന്റെ അച്ഛന്റെ കഥാപാത്രം, മണിമ്പള അച്ഛന്റെ കഥാപാത്രം മാമുക്കോയെ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ എന്റെ മകനെയും മറ്റേ ASIയുടെ മകനെയും കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്ക് അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഇവർക്ക് പറയാം, ഇവർക്ക് സ്വന്തം മാതാപിതാക്കളോട് പറഞ്ഞില്ലെങ്കിലും തിലകന്റെ കഥാപാത്രത്തിനോട് പോയിട്ട് പറയാം ഞങ്ങളാണ് കുഴപ്പമുണ്ടാക്കിയത്, സേതു അല്ല. അവരത് പറയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് കഴിഞ്ഞിട്ട് അളിയന്റെ കഥാപാത്രവും മോഹൻലാലിന്റെ പേര് പറഞ്ഞ് പിരിക്കുന്നു, ജഗതി ശ്രീകുമാർ. ജഗതിയും പോയിട്ട് പിന്നീട് അമ്മാവനായ ശങ്കരാടിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് സേതു മൊത്തം അലമ്പാണ് എന്ന് പറയുന്നു. അവിടെയും സേതുമാധവന്റെ ചുറ്റുമുള്ള, സേതുമാധവൻ സ്നേഹിക്കുന്ന കുടുംബക്കാരായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ, അവരൊക്കെ സേതുമാധവനെ കുഴപ്പത്തിലാക്കുന്നത് ശരിക്കും അവരാണ്. ഇത് കഴിഞ്ഞ് സേതുമാധവനെ തല്ലാൻ വേണ്ടി വരുമ്പോൾ സേതുമാധവൻ തിരിച്ച് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പരമേശ്വരനെ തിരിച്ചടിക്കുന്നത്. പക്ഷെ അത് ചുറ്റുമുള്ളവർ മനസ്സിലാക്കുന്നില്ല, അച്ഛൻ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവര് മനസ്സിലാക്കുന്നില്ല. അതിൽ മുരളിയുടെ കഥാപാത്രം പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പെരുമാറുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും
ഇത് പറയുന്നുണ്ട് എനിക്ക് അടി കൊണ്ടാൽ ഞാൻ എന്ത് ചെയ്യും, തിരിച്ചടിക്കണോ? ഇത് തന്നെ വീണ്ടും ചെങ്കോലിലും പറയുന്നുണ്ട്. അന്ന് SI ആയിട്ട് വരുന്നത് ഷമി തിലകന്റെ കഥാപാത്രമാണ്. അപ്പൊ എനിക്ക് തോന്നിയത് ഇതിൽ ശരിക്ക് കീരിക്കടൻ ജോസ് അല്ല ശരിക്കും വില്ലൻ, അല്ലെങ്കിൽ കീരിക്കടൻ ജോസ് മാത്രമല്ല സൈദ് മാധവനെ ഇങ്ങനെ ആക്കാൻ കാരണം, ഇങ്ങനെ ആവാൻ കാരണം ഈ ചുറ്റുമുള്ള അച്ഛനും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ തന്നെ കാരണക്കാരനാണ്. പിന്നെ നമ്മൾ ഇതിന്റെ രണ്ടാം പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, ചെങ്കോലിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ വില്ലന്മാരായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ ചെങ്കോലിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. അതിലൊന്ന് കിരീടൻ ജോസ് മരിച്ച ശേഷം കിരീടൻ ജോസിന്റെ നന്മയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. പരമേശ്വരൻ വളരെ ഡീസന്റ് കഥാപാത്രം, സേതുമാധവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അത് സേതുമാധവൻ തന്നെ പറയുന്നുണ്ട്, ഇന്നലത്തെ ശത്രു ഇന്നത്തെ മിത്രം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ പോസിറ്റീവായിരുന്ന തിലകന്റെ കഥാപാത്രം പിന്നെ എങ്ങനെയായി? പെങ്ങളുടെ ക്യാരക്ടർ എന്തായി? പിന്നെ യദുകൃഷ്ണൻ ചെയ്ത അനിയന്റെ കഥാപാത്രം ഫസ്റ്റ് കിരീടത്തിൽ ഒരു പാവമാണ്, സെക്കൻഡ് ഹാഫിൽ എത്തിക്കഴിഞ്ഞപ്പോഴോ സെക്കൻഡ് പാർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴോ ചേട്ടനെ പോലും ചേട്ടനാണെന്ന് പോലും പറയാൻ മടിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ലോഹിദാസിന്റെ ഒരു ബ്രില്യൻസ് ആയിരിക്കാം. എനിക്കിതിൽ നമ്മൾ പറയില്ല, ഇപ്പൊ ഒളിഞ്ഞിരിക്കുന്ന ഇതിലെ പല ബ്രില്യൻസ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് അറിയില്ലാണെന്ന് എനിക്ക് ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയതാണത്. പലപ്പോഴായിട്ട് തോന്നിയത് ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതൽ തോന്നിയൊരു കഥാപാത്രമാണ്, അല്ല കൂടുതൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. കാരണം കിരീടൻ ജോസും അല്ലെങ്കിൽ പരമേശ്വരന് മാത്രമല്ല വില്ലന്മാര്, ചുറ്റുമുള്ള സേതുമാധവന്റെ ചുറ്റുമുള്ള അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെയാണ് സേതുമാധവൻ ഇങ്ങനെ ആവാൻ പ്രധാന കാരണം, അല്ലാതെ കിരീടൻ ജോസ് മാത്രമല്ല എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് കിരീടത്തെ കുറിച്ച് എന്തൊക്കെ തോന്നുന്നു, ഞാൻ ഈ പറയുന്നതിൽ യോജിപ്പുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഞാൻ പറഞ്ഞത് ശരിയല്ല തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തും കമന്റ് ചെയ്യാം.